ഹായ്, ഐ ആം ഷിൻഡു. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം അത്രയും ഭംഗിയുള്ള ഒരു റിസോർട്ടാണിത്. ഞാൻ ഈ റിസോർട്ടിനെ പറ്റിയും ഇവിടുത്തെ പ്രകൃതിരമണീയമായ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണം. അപ്പോൾ ആ വീഡിയോ കണ്ടവർ മെയിനായിട്ട് എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചാണ്. അന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുഡിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അന്ന് ഞാൻ മെയിനായിട്ട് ഇവിടുത്തെ റൂമുകളും ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു വീഡിയോ ഇട്ടിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ഇവിടുത്തെ ഫുഡ് പരിചയപ്പെടാം കേട്ടോ. അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, എന്നാ ബ്യൂട്ടിഫുൾ ആണെന്നറിയാവോ. ഇവിടെ നിന്ന് നോക്കിയാൽ മലകളും താഴ്വരകളുമാണ്. പിന്നെ ഇത്ര ഉയർന്ന പ്രദേശം ആയതുകൊണ്ടാവാൻ നല്ല കാറ്റും ഉണ്ട് എപ്പോഴും. അപ്പൊ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക, വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടിക്കൊണ്ട് പോണില്ല, നമുക്കിവിടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ടാക്കോസ്. ടാക്കോസ് നമ്മളിൽ അധികം പേരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം ആണല്ലേ. ഈ ചിക്കൻ ടാക്കോസ് മെക്സിക്കൻ ഭക്ഷണ സംസ്കാരത്തിലെ വളരെ പ്രശസ്തമായ ഒരു വിഭവമാണ് കേട്ടോ. എന്നാലും ഈ സ്വാദിഷ്ടമായ വിഭവം ഇപ്പം നമ്മുടെ കേരളത്തിലും വളരെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഞാൻ ലുലുവിൽ പോയപ്പോൾ ഇത് വാങ്ങിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരുപാട് ടേസ്റ്റി ആയിരുന്നു ഇവിടുത്തെ ചിക്കൻ ടാക്കോസ്. ഈ ചിക്കൻ ടാക്കോസിന് ടാക്കോ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയാവോ? 18-ാം നൂറ്റാണ്ടിൽ കനിത്തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന വെടിമരുന്ന് പൊതികളെ അനുസ്മരിപ്പിക്കുന്ന പോലെ ആ രീതിയിലാണ് ഈ ടാക്കോ എന്ന പേര് വന്നത് കേട്ടോ. ഇതിന്റെ പുറമെയുള്ള ഭാഗം ഭയങ്കര ക്രിസ്പിയാണ്, അവൻ ഭയങ്കര സോഫ്റ്റുമാണ്. ഇത് ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഭംഗിയിലും ഭയങ്കര ടേസ്റ്റിയിലുമാണ് കേട്ടോ. നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത് തൊടുപുഴയിലാണ് കേട്ടോ. തൊടുപുഴയിലെ കരിങ്കുന്ന റൂട്ടിലെ മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. റിസോർട്ടിന്റെ പേര് ലെമൺ ഗ്രാസ് ഹിൽ റിസോർട്ട് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് പനീർ സോട്ട എന്ന് പറഞ്ഞിട്ടൊരു വിഭവമാണ്. അത് പനീർ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പനീർ എത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റി ആയിരുന്നു. നല്ല ഒരു ഫുഡാണ്. പനീർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ പനീർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഇത് കഴിച്ചു പോകും കേട്ടോ. അത്രയും നല്ല കിടിലൻ ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. അതും ഇവിടുത്തെ ചെറിയ ഇളം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നമുക്കിവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവം കേട്ടോ. അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താ പറയാ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടും ആണ് ഇവിടെ ഉള്ളത്. ഇത് കട്ട്ലറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ ഉണ്ടാക്കി തരും. തലേ ദിവസം ഒന്ന് പറയണമെന്നേ ഉള്ളൂ. ഞാൻ ഇവരുടെ നമ്പർ വേണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. നമ്മൾ വെക്കേഷനൊക്കെ നല്ല സ്ഥലങ്ങൾ തപ്പി ദൂരേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, തൊടുപുഴയാണ് ഈ സ്ഥലം ഉള്ളത്. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉള്ളത്, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെല്ലുന്നവർക്ക് അവിടെ ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷിൻഡു സ്റ്റോക്കീസ് കണ്ടിട്ടാണ് വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് അവിടെ ചെന്നൊന്ന് പറഞ്ഞാൽ മതി, ഒരു ചെറിയ ഡിസ്കൗണ്ട് അവർ തരും. പിന്നെ ഈ റിസോർട്ടിനെ പറ്റി കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിലെല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും കൂടെ അത് കാണിക്കാത്തത്. ഈ വീഡിയോസിൽ ഞാൻ ഫുഡിന്റെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കരിങ്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ റിസോർട്ടാണ് ലെമൺ ഗ്രാസ് ഹിൽ റിസോർട്ട്. പ്രകൃതിരമണീയമായ കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് തീൻമുറ എന്ന് പറഞ്ഞിട്ടുള്ള മീൽസ് ആണ്. അതായത് തീൻമുറ എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, കേരളീയ പാരമ്പര്യത്തിന്റെ കണ്ണികളിൽ ഒന്നാണ് കേട്ടോ ഈ തീൻമുറ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് രുചിച്ചു നോക്കിയാലോ. തീൻമുറ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. തീൻമുറ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫെസ്റ്റ് ആണ്. അതായത് പഴയ കാലങ്ങളിലൊക്കെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആഹാര രീതിയാണ് ഈ തീൻമുറ. ഇതിന് 3 മുറകളാണുള്ളത്. അതായത് 3 മുറയായിട്ടാണ് ഇത് കഴിക്കുന്നത്. സ്റ്റാർട്ടേഴ്സ്, കോഴ്സ് ആൻഡ് ഡെസേർട്സ്. ചോറ് വിളമ്പുന്നതിന് മുമ്പായിട്ട് അപ്പം വിളമ്പും. അപ്പത്തിന്റെ കൂടെ സ്റ്റൂ ആണ് കറിയായിട്ടുള്ളത്. പിന്നെ ചിക്കൻ കഴിക്കാത്തവർക്ക് ബീഫും അവർ തന്നിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവരുടെ ഇവിടുത്തെ സർവീസ് ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഫുഡ് വിളമ്പി തരുന്നത് ഇവിടുത്തെ മാനേജറാണ്. ഫുഡൊക്കെ കിട്ടുന്നത് നല്ല ചൂടോടെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാത്തിനും.
ചിലയിടങ്ങളിൽ തീൻമുറ ചോറ് വിളമ്പുന്നത് ഇലക്കകത്ത് തന്നെയാണ്. അതായത് നോൺ വെജ് സദ്യയാണ് കേട്ടോ തീൻമുറ എന്ന് പറഞ്ഞാൽ. ആദ്യം അച്ചാറ് വിളമ്പി പിന്നെ പുറകെ കറികളെല്ലാം വരാൻ തുടങ്ങി. തീൻമുറയിലെ ഒരു പ്രധാന ഘടകം മീൻ കറിയാണ് കേട്ടോ. മീൻ കറി വെച്ച് തന്നെ, അത് ഫ്രൈ ചെയ്യാതെ മീൻ കറി തന്നെയാണ് തീൻമുറയിൽ വിളമ്പുന്നത് സാധാരണ. ഇവരുടെ മീൻ കറി ആണെങ്കിലും മറ്റു എല്ലാ കറികളും എല്ലാം നല്ല സൂപ്പർ കറികളായിരുന്നു കേട്ടോ. പിന്നെ മട്ടേരിയുടെ ചോറാണ് കേട്ടോ തീൻമുറയിൽ നമ്മൾ സാധാരണ വിളമ്പുന്നത്. ഇതാണ് കേട്ടോ തീൻമറയിലുള്ള കാര്യങ്ങൾ. കള്ളറ്റിൻ്റെ കൂടെ ഒരു സാലഡ് കൂടെ ഉണ്ടായിരിക്കും സൈഡ് ഡിഷായിട്ട്. അപ്പോൾ അതും കള്ളറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നീട് അപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ മട്ടരയുടെ ചോറ്, ഇതൊക്കെയാണ് തീൻമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ തലമുറയിലുള്ള ബുഫെ പോലുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് പഴയകാല ക്രിസ്ത്യൻ തീൻമുറയ്ക്ക് കുറച്ചൊക്കെ ബന്ധങ്ങളുണ്ട്. കാരണം ഇതിൽ വിളമ്പുന്ന ഐറ്റംസ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. ബുഫെ നമ്മുടെ ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ വിളമ്പുന്ന ഐറ്റംസ് തന്നെയാണ് ഈ തീൻമുറ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ വിളമ്പുന്നത്. തീർന്നിട്ടില്ല. ഇനി ഇവരുടെ 2-3 ജ്യൂസ് ഐറ്റംസും ഡെസേർട്ടും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. വാട്ടർമെലൺ മൊജിറ്റോ, ബ്രസീലിയൻ ലെമനോയിഡ്, ഹണി ജിഞ്ചർ ലെമൺ സോഡ, മാംഗോ മസാല സോഡ, ബ്രൗൺ സിസി, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വാട്ടർമെലൺ മൊജിറ്റോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുതിനയിലയും നാരങ്ങയും സോഡയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ ജ്യൂസ് നല്ലൊരു വേനൽക്കാല പാനീയമാണ് കേട്ടോ. നമ്മുടെ ക്ഷീണമൊക്കെ മാറി നമുക്കൊരു ഫ്രഷ്നെസ് നൽകാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അടുത്തതാണ് ബ്രസീലിയൻ ലെമനോയിഡ്. ഇത് നാരങ്ങാത്തൊലിയും അതോടൊപ്പം പാലും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഒരു ക്രീമി റിച്ച് ടെക്സ്ചർ ആണ് കേട്ടോ ഇതിനുള്ളത്. ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലും കുക്കിംഗ് ചാനലിലും ഒക്കെ ബ്രസീലിയൻ ലെമണേഡ് അല്ലെങ്കിൽ വൈറൽ ലെമൺ ഡ്രിങ്ക് എന്ന പേരിൽ ഇതൊക്കെ വരാറുണ്ട് കേട്ടോ. അടുത്തതാണ് ഹണി ജിഞ്ചർ ലെമൺ സോഡ. സാധാരണ നാരങ്ങ വെള്ളത്തേക്കാൾ എരിവും മധുരവും നിറഞ്ഞ ഒരു പതിപ്പ്. എല്ലാം ഭയങ്കര വെറൈറ്റി ജ്യൂസുകളായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് മാംഗോ മസാല സോഡ. അതും സൂപ്പർ ടേസ്റ്റി ജ്യൂസ് ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നു ബ്രൗൺ സിസി. ഇതിന്റെ കാര്യം പറയാനേ ഇല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പക്ഷെ ആദ്യം കഴിച്ചപ്പം എൻ്റെ നാക്കിച്ചിരി പൊള്ളിയെങ്കിലും പിന്നീട് ഞാൻ ഊതി അരച്ചാണ് ഐസ്ക്രീം കഴിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ഐസ്ക്രീം ഊതി അരച്ച് കഴിക്കുന്നത്. താഴെ കിടക്കുന്ന ചോക്ലേറ്റിന് നല്ല ചൂടായിരുന്നേ, അത് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ആവി പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. I said the things you want me to might lead to someone else but you. നമ്മളെ ഇരിക്കുന്നതിന്റെ പുറകെ കാണുന്ന ഡോറാണ് കേട്ടോ കിച്ചൺ. ഇവിടെ ഒരു ചെറിയ വാഷ് ഏരിയ ഉണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് ചെറിയ ബാത്റൂമും ഉണ്ട്. I'd show you all around. There's anything left in this town. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ എത്താം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ കാണാം. ബൈ ബൈ.